സിമന്റ് പണിക്കാരനായ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് വീട്ടിലെ ഇക്ബാലിനും ഭാര്യ റംസീനയ്ക്കും 4 മക്കളാണ്. വാടക വീടിന്റെ പരാധീനതകളിൽ കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് 4 മക്കളെയും പഠിപ്പിച്ചത്. 10ാം ക്ലാസ്സുകാരനായ മൂത്ത മകൻ മുഹമ്മദ് ഷഹബാസിന്റെ പരീക്ഷയ്ക്കിനി ദിവസങ്ങളേ ഉള്ളൂ. മക്കൾ പഠിച്ചു വളർന്ന് ജോലിക്കാരായി സ്വന്തമായി വീട് വെക്കാനും മെച്ചപ്പെട്ട ജീവിതം നയിക്കാനുമാകുമെന്ന് ഏത് രക്ഷിതാക്കളെയും പോലെ സ്വപ്നം കണ്ടവരാണ് ഇക്ബാലും റംസീനയും. പഠിച്ചു വലുതായി ആ കുടുംബത്തിന്റെ ഭാരം ചുമലിൽ പേറേണ്ടിയിരുന്ന ഷഹബാസിന്റെ ചലനമറ്റ ശരീരം ഏറ്റുവാങ്ങാനാണ് ഇന്ന് ആ പാവം അച്ഛന്റെയും അമ്മയുടെയും വിധി. അപകടത്തിൽ മരിച്ചതല്ല, സഹപാഠികൾ തല്ലിക്കൊന്നതാണ്. യാദൃശ്ചികമായല്ല, വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലെയും ഗ്രൂപ്പുകളിൽ സംഘം ചേർന്ന് പദ്ധതിയിട്ട് നടത്തിയ കൊടും ക്രൂരത. 10ാം തരം പാസ്സാകും മുൻപേ കൊലയാളികളായ ആ വിദ്യാർത്ഥികളുടെ പശ്ചാത്താപത്തിന്റെ തരിമ്പ് പോലുമില്ലാത്ത വാട്സപ്പ് ചാറ്റുകളിലെ ക്രൂരത കേട്ട് നടുങ്ങിയിരിക്കുകയാണ് കേരളം. ഒരു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിയിൽ പാട്ട് നിന്നപ്പോൾ കൂകിയതിന് തുടങ്ങിയ കലഹമാണ് ഒരു 15-കാരന്റെ കൊലയിൽ അവസാനിച്ചത്. നമ്മുടെ ക്ലാസ് മുറികൾക്കും സ്കൂൾ വരാന്തകൾക്കും എന്താണ് സംഭവിക്കുന്നത്? ഇനിയും എത്ര രക്ഷിതാക്കളുടെ നിലവിളികൾ ഉയർന്നാലാണ്, പച്ചയിറച്ചിയിൽ കോമ്പസ് മുനമ്പുകൾ ആഴ്ന്നിറങ്ങിയാലാണ്, പാഠപുസ്തകങ്ങളിൽ എത്ര ചോര തെറിച്ചാലാണ് ഈ അനീതി ഒന്ന് അവസാനിക്കുക? ന്യൂസ് ബസ് ചോദിക്കുന്നു, സ്കൂളുകളെ ചോരക്കളമാക്കുന്നതാരാണ്?